Hi students, this is a continuation of the previous video. Okay, so in the previous video we have discussed what is an iterative statement and what is the difference between enumeration controlled statement and logically controlled statement. Okay, so we have already discussed what is an enumeration controlled statement. Now we have to discuss what is a logically controlled statement. Okay, so in the case of logically controlled statement, it is classified into three types, that is pretest, post-test and mid-test. Pretest means before entering into the loop we have to test the condition. Post-test means what? Once after executing the statement or loop we have to test the condition. Then mid-test means what? Mid-test means in the middle of the loop we have to test the condition. Okay. So first we have to discuss what is a logically controlled pretest loop. So logically controlled pretest loop check the exit condition before the next loop iteration. Pretest എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും, അതിനുശേഷം നമ്മൾ ലൂപ്പിലോട്ട് കയറുള്ളൂ. ദിസ് ഫെസിലിറ്റി ഈസ് നോട്ട് അവൈലബിൾ ഇൻ ഫോർട്രാൻ 77. ഫോർട്രാൻ 77 എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഈ ഒരു ഫെസിലിറ്റി ഇല്ല. ADA ഹാസ് ഓൺലി വൺ കൈൻഡ് ഓഫ് ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പ്, ദാറ്റ് ഇസ് മിഡ് ടെസ്റ്റ് ലൂപ്പ്. ADA എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഏത് മാത്രമേ ഉള്ളൂ? മിഡ് ടെസ്റ്റ് ലൂപ്പ് മാത്രമേ ഉള്ളൂ. പ്രീ ടെസ്റ്റും അതിനൊക്കെ പോസ്റ്റ് ടെസ്റ്റും ഇല്ല. ഇൻ ദ കേസ് ഓഫ് പാസ്കലിനകത്ത് ദർ എക്സിസ്റ്റ് പ്രീ ടെസ്റ്റ് ലൂപ്പ്. ഇതാണ് ഒരു എക്സാമ്പിൾ. വൈൽ കണ്ടീഷൻ, ഇവിടെ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ വി വിൽ എക്സിക്യൂട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോജിക്കൽ കൺട്രോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബൂളിയൻ ടൈപ്ഡ് എക്സ്പ്രഷൻസ് ആയിരിക്കും. സോ ഹിയർ the condition is a boolean typed expressions. Similarly C++ also have this while. അപ്പം സിക്കകത്തും C++ലും എന്തുണ്ട്? ലോജിക്കലി കൺട്രോൾഡ് പ്രീ ടെസ്റ്റ് ലൂപ്സ് അവൈലബിൾ ആണ്. അതെങ്ങനെ അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ട്രക്ചർ യൂസ് ചെയ്യും? വൈൽ യൂസിങ് ദിസ് വൈൽ എന്ന് പറഞ്ഞ സ്ട്രക്ചർ, വൈൽ എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ വൈൽ ടെസ്റ്റ് കണ്ടീഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് where the loop terminates when the condition evaluate to 0 or null or false. ഈ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആകുന്നത് അല്ലെങ്കിൽ 0 ആകുന്നത് അല്ലെങ്കിൽ നള്ളാകുന്നത് അന്നേരമായിരിക്കും നമ്മൾ ഈ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആകുന്നത്. വി ക്യാൻ യൂസ് കണ്ടിന്യൂ ആൻഡ് ബ്രേക്ക് ടു ജംപ് ടു ദി നെക്സ്റ്റ് ഐട്രേഷൻ ഓർ എക്സിറ്റ് ഫ്രം ദി ലൂപ്പ്. നമുക്ക് ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ്, നമുക്കൊരു ലൂപ്പിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാം? ഐദർ വി ക്യാൻ യൂസ് ദ കണ്ടിന്യൂ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ഐട്രേഷൻസിനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ലൂപ്പിൽ നിന്ന് തന്നെ പുറത്തിറങ്ങണമെങ്കിൽ വി വി യൂസ് ദി ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. Java is similar to C++, but condition is restricted to Boolean. ജാവയ്ക്കും എന്തുണ്ട്? ദിസ് പ്രീ ടെസ്റ്റ് ലൂപ്പ് ഉണ്ട്. C++നകത്തും സിക്കകത്തും എന്താണ്? ഇവിടെ കണ്ടീഷനല്ല എക്സ്പ്രഷനാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ജാവ ഓൾസോ സപ്പോർട്ട് എന്താണ്? ബൂളിയൻ കണ്ടീഷൻസ് ഓൺലി. ഓക്കെ. നെക്സ്റ്റ് ഇസ് ലോജിക്കലി കൺട്രോൾഡ് പോസ്റ്റ് ടെസ്റ്റ് ലൂപ്പ്. ഹിയർ എന്താണ്? ലോജിക്കലി കൺട്രോൾഡ് പോസ്റ്റ് ടെസ്റ്റ് ലൂപ്പ് ചെക്സ് ദി എക്സിറ്റ് കണ്ടീഷൻ ആഫ്റ്റർ ഈച്ച് ലൂപ്പ് ഐട്രേഷൻ. ഓരോ പ്രാവശ്യവും നമ്മൾ ആ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വി വിൽ ചെക്ക് ദി കണ്ടീഷൻ. സോ ഇൻ ദ പാസ്കൽ ദിസ് പോസ്റ്റ് ടെസ്റ്റ് ലൂപ്പിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് റിപ്പീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ആദ്യമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക അൺടിൽ നമ്മളെന്താണ്? കണ്ടീഷൻ കൊടുക്കും. കണ്ടീഷൻ ട്രൂ ആവണമെങ്കിൽ എഗെയിൻ വി വിൽ റിപ്പീറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. എപ്പോഴാണ് ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് അതുവരെ നമ്മളിത് ചെയ്യും. where the condition, ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇറ്റ് ഇസ് എ ബൂളിയൻ ടൈപ്ഡ് എക്സ്പ്രഷൻ ആൻഡ് ദ ലൂപ്പ് ടെർമിനേറ്റ് വെൻ ദ കണ്ടീഷൻ ഇസ് ട്രൂ. ഈ കണ്ടീഷൻ ഫോൾസ് അല്ല, ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുന്നത്. നെക്സ്റ്റ് C++ൽ പോസ്റ്റ് ടെസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത്? ബൈ യൂസിങ് ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. ഡു ആദ്യമേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക, ദെൻ വൈൽ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. where the loop terminate when the expression evaluate to 0, null or false. Okay. പാസ്കലിൻ്റെ കേസിലാണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രമേ നമ്മൾ എക്സിറ്റ് ആകത്തുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് C and C++ എന്താണ്? നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വി വിൽ ടെർമിനേറ്റ് ദി പർട്ടിക്കുലർ സ്ട്രക്ചർ. ഓക്കെ. സോ C++ൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഡു സ്റ്റേറ്റ്മെൻറ്റ് വൈൽ എക്സ്പ്രഷൻ ആയിരിക്കും കൊടുക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് പാസ്കൽ സിൻറ്റാക്സ് ഇസ് റിപ്പീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അൺടിൽ കണ്ടീഷൻ. ഓക്കെ. സോ ദിസ് ഇസ് ദ പോസ്റ്റ് ടെസ്റ്റ് ലൂപ്പ്.
നെക്സ്റ്റ് ഇസ് മിഡ് ടെസ്റ്റ് ലൂപ്പ്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു അഡ ലാംഗ്വേജ് സപ്പോർട്ട് ഓൺലി മിഡ് ടെസ്റ്റ് ലൂപ്പ്. Mid test loop means what? Anywhere in the loop we can test the condition. So ADA support logically controlled mid test loop. It checks exit condition anywhere within the loop. For example, loop ആദ്യമേ നമ്മൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തു, ദെൻ എക്സിറ്റ് വെൻ ദ കണ്ടീഷൻ നമ്മൾ ഇടയ്ക്ക് കൊടുത്തു, ദെൻ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും കൊടുത്തു, എക്സിറ്റ് വെൻ വീണ്ടും കണ്ടീഷൻ കൊടുത്തു. ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ നമ്മൾക്ക് എക്സിറ്റ് ആണ്, അതർവൈസ് നമ്മൾ വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമേ ലൂപ്പ് തുടങ്ങുന്നു, കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ നമ്മളൊരു എക്സിറ്റ് കണ്ടീഷൻ കൊടുക്കുന്നു. ഇവിടെ എക്സിറ്റ് കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും, ഇല്ലെങ്കിൽ നമ്മൾ ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം എഗെയിൻ വി ആർ ടെസ്റ്റിംഗ്. ഇഫ് ഇറ്റ് ഈസ് ട്രൂ വി വിൽ exit, otherwise we have to go through it. Okay, ADA also support labels allowing exit of outer loops without goto. ഔട്ടർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകാൻ വേണ്ടി അഡ ഏത് സപ്പോർട്ട് ചെയ്യും? ഇറ്റ് സപ്പോർട്ട് ദിസ് ഗോ ടു അല്ല, ലേബിൾസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ടർ ലൂപ്പിൽ നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ഐട്രേറ്റേഴ്സ്. Iterators means what? Iterators are used to iterate over elements of containers such as set and data such as list and trees. Iterators എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത്, നമുക്കൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, അതുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഇത് ഐട്രേറ്റർ. ഇപ്പോൾ എനിക്ക് സെറ്റ് 1 2 3 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സെറ്റുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഐട്രേറ്റേഴ്സ്. ആ ഒരു സെറ്റിലെ കംപ്ലീറ്റ് വാല്യൂസിനെ ഐട്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഐട്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐട്രേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഐട്രേറ്റ് ഓവർ എലമെൻറ്റ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് സച്ച് ആസ് സെറ്റ്, അതേ കണക്ക് ഡേറ്റ സ്ട്രക്ചർ സച്ച് ആസ് ലിസ്റ്റ്, ട്രീ, എക്സെട്ര. Iterator objects are also called enumerators or generators. Then C++ iterators associated with a container object and used in loops similar to pointers and arithmetic pointers. ഇത് അത്ര അതിൻ്റെ ആവശ്യമില്ല. ഐട്രേറ്റേഴ്സ് മെയിൻലി വരുന്നത് ഫങ്ഷണൽ ലാംഗ്വേജസ് സച്ച് ആസ് ക്ലൂവിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്ന ഐട്രേറ്റേഴ്സ് മെയിൻലി വരുന്നത്. എന്നുവെച്ചാൽ ഈ ലിസ്റ്റ് പ്രോസസ്സിങ്, സെറ്റ് പ്രോസസ്സിങ്, അറേ പ്രോസസ്സിങ്, അതിനകത്തൊക്കെയാണ് ഈ ഐട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. എന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന ലിസ്റ്റിലെ കംപ്ലീറ്റ് എലമെൻറ്റ്സിനെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐട്രേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. സോ while Java and C++ use iterator object that hold the state of the iterator, Clue, Python, Ruby and C# use generators, which are functions that run in parallel to the loop code to produce the element. ജാവയും C++ ഒക്കെ ഐട്രേറ്റർ ഒബ്ജക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലൂ, പൈത്തൺ, റൂബി, C# ഒക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്? ജനറേറ്റർ കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ലൂപ്പ് കണക്ക് തന്നെ പാരലായിട്ട് നമുക്ക് കംപ്ലീറ്റ് ഡേറ്റാസിനെ എടുത്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ മോഡുലാർ 2 ഇൻ പൈത്തൺ ഫ്രാഗ്മെൻറ്റ്. ഈ മോഡുലാർ 2ലാണ് ഞാൻ ഇത് ഇങ്ങനെ കൊടുത്തേക്കാണ്. ഫോർ i ഈക്വൽ ടു ഫസ്റ്റ് ടു ലാസ്റ്റ് ബൈ സ്റ്റെപ്പ് ഡു സ്റ്റേറ്റ്മെൻറ്റ്സ് എൻഡ്. ഈ സെയിം തന്നെ നമ്മൾ പൈത്തണിലാണെങ്കിൽ എങ്ങനെ എഴുതാം? ഫോർ i ഇൻ റേഞ്ച് ഫസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഹിയർ റേഞ്ച് ഇസ് എ ബിൽഡ് ഇൻ ഐട്രേറ്റർ. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിൽഡ് ഇൻ ഐട്രേറ്ററാണ്. ദാറ്റ് ഈൽഡ് ദ ഇൻറ്റിജർ ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് and the step is incremented. The range iterate is predefined in Python. ഈ റേഞ്ച് എന്ന് പറയുന്ന ഐട്രേറ്റർ ഓൾറെഡി നമ്മുടെ നമ്മുടെ പൈത്തണിൽ പ്രീഡിഫൈൻഡ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റേഞ്ച് എന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഇതിനിടയ്ക്കുള്ള വാല്യൂസ് എന്ത് ചെയ്യും? പിക്ക് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, മോഡുലാർ 2ലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. സെയിം തന്നെ നമ്മൾ എന്ത് ചെയ്യും? പൈത്തണിലാണെങ്കിൽ വി വിൽ യൂസ് ദിസ് റേഞ്ച് ഐട്രേറ്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിക്കേർഷൻ ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി കമ്മിങ് വീഡിയോ. ജസ്റ്റ് റിക്കേർഷൻ എന്താണെന്ന് മാത്രം പറയാം. റിക്കേർഷൻ മീൻസ് വാട്ട്? ഇറ്റ് ഈസ് എ സബ് റൂട്ടീൻ കോളിംഗ് ദംസെൽസ്. ഒരു സബ് റൂട്ടീൻ അതിനെ തന്നെ കോൾ ചെയ്യുന്നത് ഐദർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിക്കേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
സോ റിക്കേഷനെ കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.